2024 ഈസ്റ്റ് ലണ്ടൻ മലയാളി അസോസിയേഷനെ നയിക്കുന്നതിനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിന് അനുയോജ്യനായ ഒരു വ്യക്തിയെയാണ്. നമ്മുടെ ഈ ബഫലോ സിറ്റി കോളേജിൽ IT മാനേജറായിട്ട് ജോലി ചെയ്യുകയും IT-ലും കലയിലും ഒരുപോലെ തൻ്റെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. So please join us in welcoming our 2024 ELMA Chairperson, Mr. Sunil Joseph, to deliver the welcome speech and to introduce 2024 ELMA Expo. ബഹുമാന്യനായ ഈസ്റ്റ് ലണ്ടൻ മലയാളി അസോസിയേഷൻ അംഗങ്ങൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ ഒപ്പുകൾ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കും സ്വാഗതം നൽകുക എന്നുള്ളത്. എന്നാൽ അതിനു മുൻപേ ചില വാക്കുകൾ ഓർപ്പിച്ചില്ല എങ്കിൽ അത് കൃത്യവിലോപമാകും എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനായി താല്പര്യപ്പെടുന്നു. അധികം ചാരിതാർത്ഥ്യത്തോടെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ കാരണം ഈ ഈസ്റ്റ് ലണ്ടൻ മലയാളി അസോസിയേഷൻ എന്നുള്ള ആ സംഘടന തന്നെയാണ്. പ്രവാസികളായ നമ്മൾക്ക് നമ്മുടെ സംസ്കാരം, നമ്മുടെ സാംസ്കാരിക കലകൾ, നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ ആഘോഷങ്ങൾ നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ വരും തലമുറകൾക്ക് അത് കൈമാറ്റം ചെയ്യുവാനായി രൂപം കൊണ്ട ഒരു സംഘടനയാണ് എൽമ എന്നുള്ളതിൽ സംശയം. അതിൽ ഒരു എളിയ പങ്ക് വഹിക്കുവാൻ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എക്സ്പോയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനകരവും സന്തോഷം തരുന്ന വസ്തുതയുമാണ്. ഈ കഴിഞ്ഞ മാർച്ച് 2-ാം തീയതി ശ്രീമാൻ അനിൽ പി കോശിയുടെ നേതൃത്വത്തിൽ ഉള്ള 2023 എക്സ്പോ ഞങ്ങളിലേക്ക് ചില ചുമതലകൾ കൈമാറ്റം ചെയ്യുവാനായിട്ട് ഇടയായി. അത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള ഒരു മെമ്പർ അല്ലാതെ ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് ആരും തന്നെ അവിടെ ഇല്ലായിരുന്നു. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അതൊരു ഫെബ്രുവരി 10-നായിരുന്നു തോന്നുന്നു ആ ഒരു AGM. ഞങ്ങളൊക്കെ വീട്ടിലിരിക്കുമ്പോൾ കൺഗ്രാജുലേഷൻസ് വരാനായിട്ട് തുടങ്ങി. അത് പിന്നീടാണ്, ആദ്യം ഞാനത് അറ്റൻഡ് ചെയ്തില്ല, സാബു ചേട്ടനാണ് അത് അയച്ചത്. അതിനുശേഷം അദ്ദേഹത്തെ ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇടയായി. അന്നേരം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം. അതിനുശേഷം അദ്ദേഹം തന്നെ ഒരു ഗ്രൂപ്പ് അത് രൂപീകരിച്ചു. അതിൽ നിന്ന് അവരെല്ലാവരും പിൻവാങ്ങി ഞങ്ങളിലേക്ക്. ആ ഗ്രൂപ്പിൽ ആദ്യം മൗനമായിരുന്നു, ആരും തന്നെ ഒന്നും സംസാരിക്കുന്നില്ല ഒരാഴ്ച വരെ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് വരുവാനും ആ രീതിയിൽ 2024 എക്സ്പോയിലേക്ക് ഞങ്ങൾ ചുമതല ഏൽക്കുവാനും ഇടയായി. ഞങ്ങളിലേക്ക് ഇത് കൈമാറ്റം ചെയ്തപ്പോൾ പ്രീവിയസ് കമ്മിറ്റി പറയുകയുണ്ടായി, ചില ഇവൻറ്റ്സ് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യാറുണ്ട്, എന്നാൽ അതൊക്കെ നിങ്ങളുടെ ഡിസിഷനാണ്, അത് വേണമെങ്കിൽ ചെയ്യാം. കാരണം നമുക്കറിയാം നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മളെല്ലാവരും വളരെ ഔദ്യോഗിക രംഗങ്ങളിലും നമ്മുടെ ഭൗമിക കാര്യങ്ങളൊക്കെ വളരെ ബിസിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നവരാണ്. അതിൻ്റെ ഇടയ്ക്ക് അധികം ഇവൻറ്റ്സ് വരുമ്പോൾ ലോജിസ്റ്റിക്സ് അങ്ങനെയുള്ള പല പ്രയാസങ്ങൾ വരാറുണ്ട്. എന്നാൽ ഞങ്ങളുടെ കമ്മിറ്റി ഒരുമിച്ചൊന്ന് ഇരിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തപ്പോൾ ഭൂരിഭാഗം പേരും അതിനകത്ത് അഭിപ്രായം പറഞ്ഞത്, ഇത് ഞാനിപ്പോൾ ഓർപ്പിച്ചതുപോലെ നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മളുടെ വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന നമ്മുടെ സാംസ്കാരിക കലകൾ, നമ്മൾക്ക് വിട്ടുപോയ നമുക്ക് നമ്മുടെ പൈതൃകം, ഇതൊക്കെ ആ കുഞ്ഞുങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ ഒരു
സംഗമ സന്ധ്യ ഞങ്ങൾ പ്ലാൻ ചെയ്യുവാനായിട്ട് ഇടയായത്. അത് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വളരെ ബിസി ആയിട്ടുള്ള ജീവിതത്തിൽ ഈ ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു 30 ദിവസം അല്ലെ ഈ കുറഞ്ഞ ഈ മാർച്ച് 2-ാം തീയതിയാണ് ഞങ്ങളിത് ചുമതലയേറ്റത്. അതിനു മുൻപും അതിന് ശേഷവും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുവാനായിട്ട് ഇടയായി. അതായത് ദുഃഖ സമ്മിശ്രമായ ഒരു ജീവിതമാണ് നമ്മൾക്കുള്ളത്. നമ്മൾക്കറിയാം, കുടുംബങ്ങളിലൊക്കെയും ചില ആശങ്കകൾ, ഭീതികൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കടന്നുപോയി. എന്നിരുന്നാലും അതിനുശേഷം ചില മംഗളകർമ്മങ്ങൾ, 2 വിവാഹ കർമ്മങ്ങൾക്ക് നമ്മൾ സാക്ഷിയായി. അങ്ങനെ നമ്മളുടെ ഈ സമൂഹം വളരെ ചെറിയ സമൂഹമാണെങ്കിലും നമ്മൾ ഒരുമിച്ച് നമ്മുടെ സെലിബ്രേഷൻസും ദുഃഖവും അങ്ങനെയുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളും പങ്കുവെക്കുന്ന ഒരു വലിയ ഒരു അനുഭവമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ ഈ ചുമതലയേറ്റതിന് ശേഷം പല ആൾക്കാരുമായിട്ട് പ്രത്യേകിച്ച് ഈ എൽമ എന്ന സംഘടനയുടെ രൂപീകരണത്തിലും അതുപോലെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് എൻ്റെ അറിവനുസരിച്ച് 2006 ഇതൊരു ഓർഗനൈസേഷനായിട്ട് ഫോർമേഷൻ ആകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയം മുതലൊക്കെ ഇതിനകത്ത് പ്രവർത്തിച്ച പലരുമായിട്ട് ഞങ്ങൾ പോയി അവരുമായിട്ട് സംസാരിക്കാനായിട്ടൊക്കെ ഇടയായി. അവർ ഞങ്ങളോട് കാണിച്ച പ്രോത്സാഹനം, ആ സപ്പോർട്ട്, അതൊക്കെ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. തുടർന്ന് ആ നിലയിലുള്ള വിലയേറിയ സഹകരണങ്ങളും സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ ഒരു ഇവന്റിനെ കുറിച്ച് പറയുവാൻ ഞാൻ സമയം കളയുന്നില്ല. അതിന് പ്രാഗൽഭ്യമുള്ള ഒരാൾ കടന്നു വരും, അതിനെക്കുറിച്ച് സംസാരിക്കും. എന്നാൽ നമ്മൾ വിഷുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഒരു പുതിയ തുടക്കത്തെ കാണിക്കും, ഒരു ന്യൂ ബിഗിനിങ്. അതുപോലെ തന്നെ ഈദിനെ കുറിച്ച് നമ്മൾ അറിയാം, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്കറിയാം. കരുണയുടെയും സഹനത്തിൻ്റെയും, അതുപോലെ തന്നെ ഈസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഉയർപ്പും ഒരു പ്രത്യാശയും അതുപോലെ തന്നെ ഈസ്റ്റർ നൽകുന്നു. ആ നിലയിൽ എല്ലാവർക്കും ഒരുമിച്ച് വളരെ സന്തോഷകരമായിട്ട് നമ്മൾക്ക് ഈ ഒരു സന്ധ്യ ചെലവഴിക്കാം. അതിനായിട്ട് ഓരോരുത്തരെയും ഈ സായം സന്ധ്യയിലേക്ക് ആർദ്രവുമായി കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഈ ചുരുങ്ങിയ വാക്കുകൾ വിരമിക്കുന്നു.